സംസ്ഥാനത്ത് ഇന്ധനവില കുതിച്ചുയരുകയാണ്. പലയിടങ്ങളിലും പ്രീമിയം പെട്രോളിന്റെ വില 100 കടന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 101 രൂപ 41 പൈസയാണ് പ്രീമിയം പെട്രോളിന്റെ വില. പെട്രോളിനും ഡീസലിനും ഇന്ന് 28 പൈസയാണ് വർദ്ധിപ്പിച്ചത്. നമ്മൾ വിശദമായ ചർച്ചയിലേക്ക് കടക്കുന്നു. അതിഥികളായി ശ്രീ ഹംസായിരിക്കുന്നിൽ, ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ട്രഷററാണ് അദ്ദേഹം. ഡോക്ടർ മാർട്ടിൻ പാട്രിക്, അദ്ദേഹം സാമ്പത്തിക വിദഗ്ധനാണ്. ശ്രീ ടോമി, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പെട്രോളിയം ഡീലേഴ്സ്, അദ്ദേഹത്തെയും നമ്മൾ ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുകയാണ്. ആദ്യം ശ്രീ ഡോക്ടർ മാർട്ടിനിലേക്ക്. ശ്രീ മാർട്ടിൻ, പെട്രോൾ വില 100ലേക്ക് അടുക്കുന്നു എന്ന വിവരം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ്. ഇപ്പോൾ കേരളത്തിൽ പ്രീമിയം പെട്രോളിന് അത് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം അല്പം കുറവാണ് എങ്കിൽ പോലും അത് 100ലേക്ക് എത്തിയിരിക്കുന്നു. സാധാ പെട്രോളിൻ്റെ വിലയും 100ലേക്ക് എത്തുകയാണ്. ഏതെങ്കിലും തരത്തിലൊരു വിലക്കുറവുണ്ടാകുമെന്ന് നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം, അങ്ങ് പറയൂ. ഓക്കെ. അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കില്ല. കാരണം നമ്മളുടെ വിലയിലെ നിലവാരം പരിശോധിക്കുമ്പോൾ, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ 2014 അപേക്ഷിച്ച് നോക്കുമ്പോൾ അന്ന് ഒരു ബ്രന്റ് ക്രൂഡിന് ഒരു ബാരലിന് 89.13 ആയിരുന്നു അന്താരാഷ്ട്ര മാർക്കറ്റിലെ വില. ഇപ്പൊ അത് 71 കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നത്തെ അപേക്ഷിച്ചിട്ട് നമ്മളുടെ ആഭ്യന്തര കമ്പോളത്തിലെ വില എന്ന് പറയുന്നത് 21%, അന്താരാഷ്ട്ര മാർക്കറ്റിൽ 21% വില കുറഞ്ഞപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആഭ്യന്തര വിപണിയിലെ വില 210% കൂടിയിരിക്കുക. 210% വില കൂടിയിരിക്കുക. കുറയാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിട്ടും നമ്മുടെ നാട്ടിലെ വില കൂടിയിരിക്കുകയാണ്. ഇത് ഏത് അയൽ രാജ്യങ്ങളെ അപേക്ഷിച്ചിട്ടൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞിരുന്നാൽ ഏറ്റവും ഉയർന്ന വിലയാണ്. അതുകൊണ്ടിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വില കുറയാനുള്ള ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു തന്ത്രം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കാണുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചയുണ്ടാവണം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനം ഉണ്ടാകണം. അതൊന്നും നമ്മൾ കാണുന്നില്ല. ഇതൊരു അവസരമാക്കി എടുത്തുകൊണ്ടിട്ട് ഈ അവസരമാക്കിയെടുത്ത് കേന്ദ്ര സർക്കാർ ഇങ്ങനെ അതിന്റെ ലാഭം അത് സമാഹരിച്ചു കൊണ്ടേയിരിക്കുന്നു. സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന നികുതി വരുമാനം, ആ നികുതി വരുമാനവും ഈ വിലയിലുണ്ടാകുന്ന വർധവിന് അനുസരിച്ച് അധിക നികുതി വരുമാനമായി മാറുന്നുമുണ്ടല്ലോ. GSTയുടെ ഗണത്തിലേക്ക് പെട്രോളിനെ, ഇന്ധനങ്ങളെ പെടുത്തണം എന്നൊരാവശ്യം കൂടി സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ. അത്തരമൊരു സാധ്യതയും സാഹചര്യവും ഉണ്ടോ ഈ പെട്രോൾ വില ഇങ്ങനെ അനിയന്ത്രിതമായി കുതിച്ചുയരുമ്പോൾ? അവിടെ നമ്മൾ ഈ പെട്രോളിനെ നമ്മൾ അല്ലെങ്കിൽ ഡീസലിനെ, ക്രൂഡ് ഓയിൽ ഐറ്റംസിനെ GSTയിൽ ഉൾപ്പെടുത്താനായിട്ട് നമുക്കിപ്പോ തടസ്സമൊന്നുമില്ല. GSTയുടെ നിയമപ്രകാരം നമുക്ക് ഉൾപ്പെടുത്താം. പക്ഷെ ഒരു കാര്യം, പൊതു അഭിപ്രായം ഉണ്ടാകണം. അങ്ങനെ ഒരു അഭിപ്രായ രൂപീകരണം ഇതുവരെ നടന്നിട്ടില്ല. അതിൽ പ്രധാന തടസ്സം നിൽക്കുന്നത് സ്റ്റേറ്റുകൾ തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2-3 പ്രശ്നങ്ങൾ ഇതിനകത്ത് കടന്നു വരും. പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് GST അങ്ങോട്ട് മാറ്റി കഴിഞ്ഞ് തീർന്നാൽ ഈ GSTയുടെ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് തന്നെ ഒരു റവന്യൂ ന്യൂട്രാലിറ്റിക്ക് പോകും. അതായത് ഇന്ന് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് പെട്രോളിൽ നിന്ന് കിട്ടുന്ന വാറ്റാണ് അതിനകത്ത് എത്തുന്നത്. ആ വാറ്റ് വഴി കിട്ടുന്ന വരുമാനം GSTയിൽ വന്നാലും ഉറപ്പാക്കുമെന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. അത് ഭരണഘടനാ പ്രകാരം അവർ ചെയ്തേ മതിയാകും. ഇനി അഥവാ ചെയ്യുന്നില്ല എന്ന് തന്നെ കരുതുക. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്. ഇനി അങ്ങനെ ചെയ്യുന്നില്ല, ഈ സാധനം GSTയിൽ കൊണ്ടുപോയി അതിന്റെ പരമാവധി ടാക്സ് ആയിട്ടുള്ള 28% ചുമത്തുകയാണ്. ഇതിന്റെ അടിസ്ഥാന വിലയിൽ ചുമത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭാരം കുറയും. ഒരു 55 രൂപയ്ക്കെങ്കിലും നമുക്ക് പെട്രോള് നമുക്ക് ലഭ്യമാകും ഈ 100 രൂപയുടെ സ്ഥാനത്ത്. പക്ഷെ പ്രശ്നം, സെൻട്രൽ ഗവൺമെന്റ് തീർച്ചയായിട്ടും അതിന്റെ പുറത്ത് ഈ ചുമത്തുന്ന GSTക്ക് അപ്പുറം മറ്റെന്തെങ്കിലും ലെവീസുകളോ സെസ്സുകളോ മറ്റ് സർചാർജുകളോ ഒന്നും ചുമത്തില്ലെന്ന്, മറ്റ് ചാർജുകളൊന്നും തന്നെ ചുമത്തില്ലെന്ന് ഉറപ്പ് ഉണ്ടാകുമെന്ന് തീർച്ചയില്ല. കാരണം ഇപ്പൊ ഇത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള പല രാജ്യങ്ങളിലും, ഇപ്പൊ യൂറോപ്യൻ കൺട്രീസ് ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞിരുന്നാൽ കാണുന്നത്, ഈ ഫെഡറൽ സംവിധാനത്തിനകത്ത് സെൻട്രലിലോട്ട് ഇത് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അഡീഷണൽ ലെവീസ് ഒക്കെ ചുമത്തിയിട്ട് പഴയ വിലയിൽ തന്നെ പുനഃസ്ഥാപിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. ഈ 2 പ്രധാനപ്പെട്ട തടസ്സങ്ങൾ ഇതിനകത്തുണ്ട്. മൂന്നാമത്, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ വരുമാന മാർഗങ്ങൾ വളരെ പരിമിതമായിരിക്കുകയാണ്.
ഇപ്പൊ GST നടപ്പിലാക്കിയപ്പോൾ തന്നെ 14% നമ്മളുടെ റവന്യൂവിൽ വളർച്ച ഉണ്ടാകുമെന്നും അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ അതിന്റെ നഷ്ടം കോമ്പൻസേറ്റ് ചെയ്യുമെന്നും പറഞ്ഞാണ് നടപ്പിലാക്കിയത്. അതേസമയം അത് പാലിക്കാനും നമുക്ക് കഴിയുന്നില്ല. ഇവിടെയും അത് തന്നെ സംഭവിക്കും. ഇവിടെ ഈ പിന്നീട് പരിമിതമായ റവന്യൂ കിട്ടുന്ന സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഈ പിന്നീട് ഫിനാൻസിലുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയും അത് കംപ്ലീറ്റ് സെൻട്രൽ ഗവൺമെന്റിലേക്ക് പോവുകയും ചെയ്യും, GST കൗൺസിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ അത്യാവശ്യ ഘട്ടങ്ങളിൽ എന്തെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു പണം അല്പം കൂടുതൽ കണ്ടെത്തണമെന്ന് വെച്ചാൽ അതിന്റെ ശരിയായ മാർഗം എന്ന് പറയുന്നത് ചെറിയ നികുതികളിലുള്ള ചെറിയ വർധനമാണ്. ഇവിടെ അതിനുള്ള സാധ്യത മങ്ങിപ്പോകും. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ ഫെഡറൽ ഫിനാൻസിനകത്ത് ഇതൊരു വലിയ പിന്നീട് കീറാമുട്ടിയാണ്. അതായത് ഇവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കലാണ് സ്റ്റേറ്റ് ഗവൺമെന്റ്. ഈ 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ GST കൗൺസിലോട്ട് സെൻട്രലിലോട്ട് കൊണ്ടുവരുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ 3 നമ്മൾ മറന്നിട്ട് ഇതിനെ സംസാരിക്കാൻ പറ്റില്ല. പ്രധാനമായിട്ടും ഞാൻ കാണുന്നത് റവന്യൂ ന്യൂട്രാലിറ്റി കൊണ്ട് തന്നെ GST അങ്ങോട്ടേക്ക് പോയാലും കസ്റ്റമേഴ്സിന്, നമ്മൾ ഈ സാധനം വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിന് കാര്യമായ നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അവിടെ കമ്പനികൾ കുത്തനെ വില കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടലുണ്ടാകുന്നില്ല. GST എന്ന വാദമുണ്ടെങ്കിലും സംസ്ഥാനങ്ങൾ തിരികെ പന്ത് കേന്ദ്രത്തിന്റെ കോർട്ടിലേക്ക് തന്നെ തട്ടി കൈയൊഴിയുന്ന സ്ഥിതിയുമാണ്. ശ്രീ ഹംസ ഏരിക്കുന്നേൽ കൂടി ഈ ചർച്ചയിലുണ്ട്. ശ്രീ ഹംസ ഏരിക്കുന്നേൽ, താങ്കൾ ഈ പെട്രോൾ പമ്പ് ഉടമയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനൊപ്പം തന്നെ സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനകളുടെ പ്രതിനിധി കൂടിയാണ്. എത്രത്തോളം വലിയ ആഘാതമാണ് ഇന്ധനവില 100ലേക്ക് എത്തുമ്പോൾ ഈ വ്യാവസായികമായി ബസ് അടക്കമുള്ള മറ്റ് സേവന മേഖലയും വ്യാവസായിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചും സാധാരണ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി വാഹനം ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചും ഉണ്ടാകുന്നത്? രതീഷെ, ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം 1.5 വർഷം കൊണ്ട്, അതായത് 2020 മാർച്ച് 15 ശേഷം 1 ലിറ്റർ ഡീസലിന് 26 രൂപയാണ് വർദ്ധിച്ചത്. അതായത് ഒരു 80 ലിറ്റർ 90 ലിറ്റർ ഡീസൽ അടിക്കുന്ന ഒരു സാധാരണ ബസ്സിന് ഒരു ദിവസത്തെ ചെലവിൽ മാത്രം 2000 രൂപയിലധികമാണ് വർധനവ് വന്നത്. അതുപോലെ തന്നെ അത് സ്കൂട്ടർ, കാറുകൾ പോലത്തുള്ളതൊക്കെ ബാധിക്കും. അതേസമയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും ലിറ്റർ കണക്കാക്കിയാണ് ഡീസൽ അടിക്കുന്നത്. ഈ കമ്പനികളൊക്കെ ഈ ആളുകളിൽ നിന്ന് ഇത് ഇപ്പോഴുള്ള ഈ വില വർധനവ്, അവർക്ക് ഓരോ ദിവസവുമുള്ള വർധനവ് അവരെ അറിയിക്കാതിരിക്കാൻ വേണ്ടി തന്ത്രപരമായി മാനസികമായി ആളുകളൊരു പരുവപ്പെടുത്തുന്നൊരു സംഭവം നമ്മളാരും അറിയാതെ അവർ ചെയ്തു. അതായത് മുൻകാലങ്ങളിലൊക്കെ നമ്മളൊക്കെ ഡീസൽ അടിച്ചിരുന്നത്, പെട്രോൾ അടിച്ചിരുന്നത് 5 ലിറ്റർ, 10 ലിറ്റർ, അല്ലെങ്കിൽ 2 ലിറ്റർ, 1 ലിറ്റർ. ഇന്നതല്ല. ഇന്ന് 100 രൂപയ്ക്ക് അല്ലെങ്കിൽ 200 രൂപയ്ക്ക് അല്ലെങ്കിൽ 500 രൂപയ്ക്കൊക്കെ ഡീസലും പെട്രോളും അടിക്കുമ്പോൾ ഇന്ന് 500 രൂപയ്ക്ക് അടിച്ച എൻ്റെ വണ്ടിയിൽ നാളെ 500 രൂപയ്ക്ക് അടിക്കുമ്പോൾ അത് എത്ര തുള്ളിയാണ് വീഴുന്നതെന്ന് ഞാൻ അറിയുന്നില്ല. അപ്പോൾ ഇന്ന് 500 അടിച്ച ആൾ നാളെ 500 അടിക്കും. അതുകൊണ്ട് പൊതുജനങ്ങളത് അറിയുന്നില്ല. അപ്പോൾ എല്ലാ വാഹന ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രയാസമാണ്. പക്ഷേ ഇത് ഏറ്റവും അധികം ബാധിക്കുന്നത് പൊതുജനങ്ങളെയാണ്. എല്ലാ നിലയിലും പൊതുജനങ്ങളെ ബാധിക്കുന്ന ഈ ഡീസൽ വിലനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പെട്രോളിയം കമ്പനികളും പരസ്പരം കുറ്റപ്പെടുത്തി ഒരു കള്ളനും പോലീസും കളിയാണ് കളിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം 2014 വരെ ക്രൂഡ് ഓയിലിന് $130-140 വില വർധനവുണ്ടായിരുന്നു. ഇന്നത് $71. പക്ഷേ അങ്ങനെ വില വർധനവ് ഉണ്ടായിരുന്നെങ്കിലും ഇന്നത്തെ NDA ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന 2014 വരെ 1 ലിറ്റർ ഡീസലിന് 3 രൂപ 46 പൈസയായിരുന്നു കേന്ദ്ര ഗവൺമെൻറ് എക്സൈസ് നികുതി ഈടാക്കിയിരുന്നത്. അതുപോലെ തന്നെ 1 ലിറ്റർ പെട്രോളിന് 9 രൂപ 20 പൈസയായിരുന്നു കേന്ദ്ര ഗവൺമെൻറ് നികുതി ഈടാക്കിയിരുന്നത്. ഇന്ന് 3.46 നികുതി ഈടാക്കിയിരുന്ന ഡീസലിന്, 1 ലിറ്റർ ഡീസലിന് 31 രൂപ 83 പൈസയും, അതുപോലെ തന്നെ 9 രൂപ 20 പൈസ നികുതി ഈടാക്കിയിരുന്ന പെട്രോളിന് ഇന്ന് 32 രൂപ 83 പൈസയും കേന്ദ്ര ഗവൺമെന്റ് നികുതി ഈടാക്കുക. അതായത് ഈ വില വർദ്ധിക്കുന്നതനുസരിച്ച് കേന്ദ്രത്തിന്റെ കയ്യിലേക്ക് കൂടുതൽ പണം വരുന്നു, സംസ്ഥാനത്തിനും നികുതി വരുമാനത്തിൽ വലിയ വർധനവ് ഉണ്ടാകുന്നു. ഈ വർദ്ധിച്ച വരുമാനം, ആ നികുതി പോലും ഒഴിവാക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഈ വിഷയത്തിന് വലിയ ഗൗരവം വരുന്നത്, അല്ലേ ശ്രീ ഹംസ? അതെ, കേന്ദ്ര ഗവൺമെൻറ്റിന് അധികം നികുതി കിട്ടുന്നു എന്ന് മാത്രമല്ല ഇവിടെ സംസ്ഥാന ഗവൺമെൻറ്റിനും കിട്ടുന്നുണ്ട്. ഇപ്പം ഞാൻ പറയാം,
ഈ നിലവിലുള്ള ഈ LDF ഗവൺമെൻറ് 2016 അധികാരത്തിൽ വരുമ്പോൾ 1 ലിറ്റർ ഡീസലിന് 48 രൂപയായിരുന്നു. അതിൽ നിന്ന് സംസ്ഥാന ഗവൺമെൻറ്റിന് കിട്ടിയിരുന്ന നികുതി 9 രൂപയായിരുന്നു 1 ലിറ്റർ ഡീസലിന്. ഇന്ന് അത് 92 രൂപയായി ഡീസലിൻ്റെ വില. അപ്പോൾ അവർക്ക് 18 രൂപ ഇന്ന് നികുതി കിട്ടുന്നു. അതായത് 9 രൂപ ഈ സംസ്ഥാന ഗവൺമെൻറ് 6 വർഷം കൊണ്ട് ഇപ്പോൾ അധികം കിട്ടുന്നു. അതുപോലെ തന്നെ പെട്രോളിനും അന്ന് 2016 ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ 13 രൂപ 1 ലിറ്ററിന് പെട്രോളിന് നികുതി കിട്ടിയിരുന്നപ്പോൾ ഇന്നത് 11 രൂപയാണ്, 24 രൂപയാണ്. 11 രൂപ അധികം കിട്ടുകയാണ്, അധികം ലഭിക്കുകയാണ്. അപ്പോൾ ഈ അധികം വർദ്ധിപ്പിച്ച, അതായത് ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിപ്പിക്കുമ്പോൾ അവർക്ക് നികുതി കിട്ടുള്ളൂ, സ്വാഭാവിക. ഇതല്ല, ക്രൂഡ് ഓയിലിന് 71 ആയപ്പോൾ അത് ജനങ്ങൾക്ക് കുറച്ച് കൊടുക്കാതെ കേന്ദ്ര ഗവൺമെൻറ് ആ നികുതി വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് എന്തുണ്ടായത്, അന്ന് 50 രൂപയ്ക്ക് കിട്ടിയിരുന്ന ഡീസൽ ഇപ്പോൾ 100 രൂപയ്ക്ക് അടുക്കുകയാണ്. ഒരിക്കലും പൊതുഗതാഗത മേഖലയിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ പോലും ബസ്സുകൾ നിരത്തിലിറക്കി സർവീസ് നടത്താൻ കഴിയില്ല. ഇന്നത്തെ നിലയിൽ 92 രൂപയ്ക്ക് ഡീസൽ അടിച്ചും കൊണ്ട് നിലവിലുള്ള ബസ്സുകളിൽ 90% ബസ്സുകൾക്കും ഒരു കാരണവശാലും സർവീസ് നടത്താൻ കഴിയില്ല. സർവീസ് നിർത്തിവെക്കുക എന്ന തീരുമാനത്തിലേക്ക് നിങ്ങൾ പോകുമോ? സർവീസ് നിർത്തിവെക്കുക, ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞാൽ സർവീസ് നിർത്തിവെക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ പോകാനാണ് സാധ്യത എന്നാണ് സൂചിപ്പിക്കുന്നത് ശ്രീ ഹംസ? രതീഷ, ഞങ്ങളൊരു സമരം പ്രഖ്യാപിച്ച് ബസ്സുകൾ നിർത്തിവെക്കേണ്ടതില്ല. ഞങ്ങൾ സർവീസ് നടത്തണമെന്ന് നിർബന്ധപൂർവ്വം ഞങ്ങളുടെ മെമ്പർമാരോട് പറഞ്ഞാൽ പോലും അവർക്കാർക്കും നഷ്ടം സഹിച്ച് സർവീസ് നടത്താൻ കഴിയില്ല. അതാണ് സ്ഥിതി. സ്വയം നിന്നുപോകും. ബസ് ഉടമകളോട് ഞങ്ങൾ പറഞ്ഞാൽ പോലും അവർ സർവീസ് നടത്താൻ തയ്യാറല്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ശ്രീ ടോമി കൂടി നമ്മുടെ ഈ ചർച്ചയിൽ പങ്കുചേരുന്നുണ്ട്. ശ്രീ ടോമി, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പെട്രോൾ ഡീലേഴ്സിന്റെ പ്രതിനിധി. ശ്രീ ടോമി, കേന്ദ്ര സർക്കാരിന് വരുമാനം വർദ്ധിക്കുന്നു, സംസ്ഥാന സർക്കാരിനും വലിയ തോതിൽ അല്ലെങ്കിലും ഈ ഇന്ധനവില വർധനയിലൂടെ വരുമാനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. സാധാരണക്കാരൻ പിച്ചച്ചട്ടി എടുക്കേണ്ട സാഹചര്യത്തിലുമാണ്. ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിലക്കുറവിനുള്ള ഇടപെടൽ സാധാരണ ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ വില കുറയ്ക്കാൻ വേണ്ടി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഇടപെടണം. പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റ്, നിങ്ങൾക്കൊക്കെ അറിവുള്ള പോലെ കഴിഞ്ഞ ദിവസം നീതി ആയോഗ്, പ്ലാനിംഗ് കമ്മീഷന്റെ പുതിയ പേരാണല്ലോ നീതി ആയോഗ്, അതിന്റെ ചെയർമാൻ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പെട്രോൾ ഡീസൽ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുന്നത് തടയാൻ അടിയന്തരമായി കേന്ദ്ര ഗവൺമെന്റ് ഇടപെടൽ ഉണ്ടാകണമെന്ന് നീതി ആയോഗിന്റെ CEO ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാര്യം അത് കഴിഞ്ഞ 2020 മെയ് 15-ാം തീയതി ഒറ്റ ദിവസം കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് പെട്രോളിന്റെയും ഡീസലിന്റെയും കേന്ദ്ര നികുതിയിൽ വലിയ വർധനയാണ് വരുത്തിയത്. ഏകദേശം 15 രൂപ ഒറ്റ ദിവസം കൊണ്ട് 15 രൂപയിലധികം വർദ്ധിപ്പിച്ചു. തൽഫലമായി ഇന്ന് ഡീസലിന്റെ കേന്ദ്ര നികുതി എന്ന് പറയുന്നത് 31 രൂപ 80 പൈസയും പെട്രോളിൻ്റെത് ഏകദേശം 32 രൂപ 90 പൈസയാണ്. ഇപ്പൊ 32 രൂപ 90 പൈസ പെട്രോളിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ പറയുന്ന കണക്ക് 100 രൂപ എന്നുള്ളത്. പെട്രോളിന് 32 രൂപ 90 പൈസ കേന്ദ്ര നികുതിയും 22 രൂപ 20 പൈസ സംസ്ഥാന നികുതിയും കൂടെ വരുമ്പോൾ നികുതി മാത്രമായിട്ട് കൊടുക്കുന്നത് 55 രൂപ 10 പൈസയാണ്. അതായത് നമ്മുടെ പെട്രോളിന്റെ അടിസ്ഥാന വില എന്ന് പറയുന്നത് 36 രൂപ 57 പൈസ. 36 രൂപ 57 പൈസ അടിസ്ഥാന വിലയുള്ള ഒരു സാധനത്തിന് 55 രൂപ 10 പൈസ നികുതിയായി ഈടാക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് 150% പെട്രോളിന്റെ ഓയിൽ ഇതെല്ലാം യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ കൊള്ളലാഭം ഉണ്ടാക്കുകയാണ് എണ്ണ കമ്പനികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ അക്കാര്യത്തിൽ ഏത് തരത്തിലുള്ള ഇടപെടൽ, ഏതെങ്കിലും തരത്തിൽ ഈ വില കുറയാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നാണ് സാധാരണ ജനം ആലോചിക്കുന്നത്. അത്തരമൊരു സാധ്യത താങ്കൾ മുന്നിൽ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും നീതി ആയോഗ് പോലെയുള്ള ഒരു കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനം ഇക്കാര്യത്തിൽ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ നടത്തുമ്പോൾ അത് കേന്ദ്ര ഗവൺമെന്റ് കേൾക്കേണ്ടതാണ്. കേന്ദ്ര ഗവൺമെന്റ് അത് കേട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ അവർക്ക് നികുതി കുറയ്ക്കാൻ പറ്റും. അവരൊരു 10 രൂപ നികുതി കുറച്ചു കഴിഞ്ഞാൽ ഇവിടെ അത്രയും സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു 2 രൂപ ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. അപ്പോൾ 12 രൂപ വില കുറവ് മാർക്കറ്റിൽ അനുഭവപ്പെടും. ഇത് ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പാടില്ല. പക്ഷേ ഇത് ഉണ്ടായില്ലെങ്കിൽ പെട്രോൾ പമ്പുകളും ഞങ്ങൾക്ക് പോലും നിലനിൽക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ്. 65 രൂപ പെട്രോളിന് വിലയുണ്ടായിരുന്നപ്പോൾ കിട്ടിയിരുന്ന അതേ കമ്മീഷനാണ് 100 രൂപയിൽ എത്തിയിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നത്.
49 രൂപ ഡീസലിന് വില ഉണ്ടായിരുന്നപ്പോൾ കിട്ടിയിരുന്ന അതേ കമ്മീഷനാണ് 90 രൂപ ആയിട്ട് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഒന്ന് ആലോചിച്ചേക്ക്, ഒരു പൈസ പോലും കമ്മീഷനിൽ വർധനവില്ലാതെ ഈ പറയുന്ന രീതിയിൽ പ്രൊഡക്റ്റ് മേടിച്ച് വിൽക്കേണ്ടത്, കടം കൊടുക്കേണ്ട അവസ്ഥയിലാണ് ഡീലർമാർ. ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന ഒരു വിഭാഗമാണ് ഞങ്ങൾ ഡീലർമാർ. അതുകൊണ്ട് അടിയന്തരമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് നികുതി കുറയ്ക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആവശ്യം. ശരി, ഏതായാലും അടിയന്തരമായ ഒരു ഇടപെടൽ അതുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ സ്വാഭാവികമായും വലിയ പ്രതിഷേധങ്ങൾക്ക് രാജ്യം സാക്ഷിയാകും എന്ന കാര്യം ഉറപ്പാണ്. 3 അതിഥികൾക്കും നന്ദി. ഈ ചർച്ചയിൽ ഇത്രയും കാര്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചതിന്. സ്പാർക്ക് 3 പൂർണ്ണമാകുകയാണ്.